നമസ്കാരം. യൂണികെ ബിൽഡേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു AI കുറിച്ചുള്ളൊരു എപ്പിസോഡിൽ AI പ്ലാനിങ്ങിന് എങ്ങനെ സഹായിക്കുന്നു, അത് ഡിസൈൻ ആൻഡ് പ്ലാനിങ്ങിൽ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ AI കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെവലിലെത്തിക്കുന്ന മറ്റൊരു ഏരിയയാണ് പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് നമുക്കെപ്പോഴും നമ്മൾ കൺസ്ട്രക്ഷനിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റാണ്. കാര്യം നമുക്ക് നമ്മുടെ കൺട്രോളിന് പുറത്തുള്ള സിറ്റുവേഷൻസ് പലതും വരാറുണ്ട്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഒരുപാട് വരാറുണ്ട്, എൻവയോൺമെൻറ്റിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമ്മുടെ പ്രോജക്റ്റിനെ ബാധിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. ഇപ്പം ചില പ്രോജക്റ്റുകളിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ടൊരു മഴ പെയ്യുന്നു എന്ന് പറയുന്നത് പോലും ഒരു ഡിലേക്ക് ഒരു കാരണമാകും. പല കാര്യങ്ങളും സ്ലോ ഡൗൺ ആവും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ പ്രോജക്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിനകത്തുള്ളൊരു കഴിവാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു എഫിഷ്യൻസി ഇരിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായി AI പ്രോഗ്രാമിനത് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ളൊരു കാര്യം. ഇപ്പോൾ ഈ സ്മാർട്ട് ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ഷെഡ്യൂളിംഗ് അൽഗോറിതംസ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് പ്രോജക്റ്റിൻ്റെ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പം അത് ടൈം ലൈൻസ് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര സമയം എടുക്കും ഓരോ കാര്യങ്ങൾക്കും, അത് എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ട് എത്രയാണോ നമുക്ക് സൈറ്റിലിപ്പോൾ 10 മേസൻ്റെ വർക്കുണ്ടെന്ന് വെച്ചോളൂ. അപ്പം അവിടെ 2 മേസനോ 3 മേസനോ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് റിയൽ ടൈം സിനാറിയിൽ 3 മേസൻ എത്ര സമയം എടുക്കും എന്നുള്ള കാൽക്കുലേഷൻ മാനുവലി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ റിയൽ ടൈമിൽ പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്ത് തരും നമുക്ക്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പ്ലാനിങ് സോഫ്റ്റ്വെയർസിൽ, ഈ പ്ലാനിങ് സോഫ്റ്റ്വെയറിന് കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്, നമ്മൾ നേരത്തെ ഡിസൈൻ പ്ലാനിങ് അല്ല ഉദ്ദേശിച്ചത്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലെ പ്ലാനിങ് ആണ് ഞാൻ പറയുന്നത്. അത്തരം കാര്യങ്ങൾക്ക് AI പ്രോഗ്രാംസ് വളരെ സഹായിക്കും. അപ്പോൾ അത് മാത്രമല്ല ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് വേറൊരു കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് തട്ടടിച്ചാൽ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തട്ടടിയും കോൺക്രീറ്റും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഈ ഡിപ്പെൻഡൻസി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ തട്ടടിക്കണമെങ്കിൽ എന്ത് വേണം, സൈറ്റിൽ സാധനങ്ങൾ വേണം, തട്ടടിക്കാനുള്ള പണിക്കാർ വേണം. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ അസസ്മെൻ്റ് എല്ലാം ഇതിനകത്ത് വരും. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് കോൺക്രീറ്റ് എന്നുള്ള ഐറ്റം എന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്ന് നമ്മൾ എടുക്കുമ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ അനലൈസ് ചെയ്ത് വരണം. അപ്പം അങ്ങനെ ഡിപ്പെൻഡൻസിയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു ഈസി ടൂളായിട്ട് AI ഉപയോഗിക്കാനുള്ള ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത് വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. AIയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻസിനെ അതിനറിയാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന പ്രോജക്റ്റ്, ഇപ്പോൾ ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്തപ്പോൾ ഇത്ര മാസം എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ, പക്ഷെ അടുത്ത പ്രോജക്റ്റ് പഴയ പ്രോജക്റ്റിൻ്റെ ഒരു ഡാറ്റ അവിടെ ഉള്ളതുകൊണ്ട് ഈ പഴയ പ്രോജക്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ ഡ്യൂറേഷൻ സ്പാനുകളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ള സജഷൻസ് ഈസി ആയിട്ട് ഇതിന് തരാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് വരും ഭാവിയിൽ. ഇതൊക്കെ നമുക്ക് വലിയ ഗുണം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ റിയൽ ടൈം ഡിലേ പ്രൊഡിക്ഷൻ, അതായത് റിയൽ ടൈമായിട്ട് ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മുമ്പേ കണ്ടുപിടിക്കാൻ ഈ AI പ്രോഗ്രാമിന് പറ്റും. അത് കാര്യം എന്ന് വെച്ചാൽ ഇത് മെഷീൻ ലേണിംഗ് മോഡലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ AI എന്ന് പറയുന്നത് ഒരു മെഷീൻ ലേണിംഗ് മോഡലായതുകൊണ്ടും ഈ പോസിബിൾ ഡിലേ, ഇപ്പോൾ വെതറിൻ്റെ ഡിലേ ആണോ, അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റിയുടെ ഡിലേ ആണോ, അല്ലെങ്കിൽ ലേബർ പ്രൊഡക്ടിവിറ്റിയുടെ ഡിലേ ആണോ, ഇത് ഏത് ഡിലേ ആണെന്നുള്ളത് കൃത്യമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനൊരു പ്രഡിക്ഷൻ തരാൻ പറ്റും. റിയൽ ടൈം പ്രഡിക്ഷൻ എന്ന് പറയും, റിയൽ ടൈം ഡിലേ പ്രഡിക്ഷൻ എന്ന് പറയും. അത് നമ്മൾ ശരിക്കും മാനുവലി ചെയ്യുന്ന ഒരു കാര്യമാണിപ്പോൾ. അത് ഒരു പക്ഷേ എഫക്റ്റീവായിട്ടൊരു AI സോഫ്റ്റ്വെയറിന് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പോൾ അതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈഡാണ് ഇതിൻ്റെ. പിന്നെ ഡൈനാമിക് റീഷെഡ്യൂളിങ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് റിയൽ ടൈം സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഷെഡ്യൂൾ മാറ്റിക്കൊണ്ടിരിക്കും. അതായത് നമ്മളൊരു ലൈൻ പറയുന്നത്, എനിക്ക് ജൂൺ മാസം ഇത്രാം തീയതി എൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, പക്ഷേ ഇപ്പോൾ പോകുന്ന ഷെഡ്യൂളിൽ അത് നടക്കില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ അത് ഷെഡ്യൂളിനെ ചേഞ്ച് ചെയ്ത് തരും. എങ്ങനെയാണ് ആ ഒരു സമയത്തിനകത്ത്, ആ സ്പാനിനകത്ത് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് അത് ഈസിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മാനുവൽ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്കിനെ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് AI പ്രോഗ്രാമിന് പറ്റും. പിന്നെ റിസ്ക്കുകൾ കണ്ടുപിടിക്കാനായിട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ ലീഗൽ, ഫിനാൻഷ്യൽ റിസ്ക്, അങ്ങനെ പല റിസ്ക്കുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഏത് റിസ്ക്കും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
സജഷൻസ് തരാനൊക്കെ ഈ പ്രോഗ്രാംസിന് പറ്റും. കാരണം ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ഡാറ്റ അനാലിസിസാണ് നമുക്ക് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പഴയ പ്രോജക്റ്റിലുണ്ടായ കാര്യങ്ങൾ, സെറ്റ് ബാക്കുകളെയൊക്കെ നമുക്ക് ഇതിനകത്ത് പരിഹരിച്ച് പുതിയ പ്രോജക്റ്റിൽ പരിഹരിച്ച് പോകാൻ സഹായിക്കും. പിന്നെ അതുപോലെ വേറെ ബഡ്ജറ്റ് ഓവർറൺ അലേർട്സ് എന്ന് നമ്മൾ പറയും. ബഡ്ജറ്റ് ഓവർറൺ അലേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് കൂടിപ്പോകുന്നു എന്ന് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതിലെ കാര്യം. ഒരു പക്ഷേ നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനി നിലയിൽ നമ്മൾ കുറേ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൽ ബഡ്ജറ്റ് ഷൂട്ടപ്പ് ചെയ്യണമെന്ന് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം പലപ്പോഴും അതങ്ങ് റൊട്ടീൻ പോലെ നടന്നു പോകുമ്പോൾ നമ്മൾ അറിയില്ല നമ്മുടെ ബഡ്ജറ്റ് മാറുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ സമയം കൃത്യമായിട്ടൊരു അലേർട്ട്, അപ്പം ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗുണകരമായിട്ട് വരും. കാര്യം ഈ പ്രോജക്റ്റ് ബഡ്ജറ്റ് അലേർട്ടാണ്, ബഡ്ജറ്റ് ഓവർ ആവും എന്ന് ഒരു അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായി വരികയാണ്. പിന്നെ നമ്മൾ പ്രോജക്റ്റിലെ ഒരു ബേസിക് കാര്യമാണ് റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത്. അപ്പോൾ റിസോഴ്സ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഓവറായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന റിസോഴ്സിനെ മാക്സിമം പ്രൊഡക്റ്റീവിൽ എത്തിക്കുക എന്നുള്ള ഈ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ വെച്ച് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ അത് ഒരു പോയിൻറ്റ്. രണ്ടാമത് സിനാറിയോ പ്ലാനിങ് എന്ന് പറയും. അതായത് വാട്ട് ഇഫ് സിനാറിയോസ് നമ്മൾ പറയില്ല. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, മഴ വന്നാൽ എന്ത് ചെയ്യും, ഇങ്ങനെ വാട്ട് ഇഫ് സിറ്റുവേഷൻസ് ഉണ്ട്. ഈ സിറ്റുവേഷൻസിനെ റിയൽ ടൈം സിനാറിയോ പ്ലാനിങ് നടത്താൻ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ്, ഇപ്പോൾ ഒരു സ്ട്രൈക്ക് വരുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽ സ്ട്രൈക്ക് ക്രൈസിസ് വരുന്നു, ഇതിനെല്ലാം അല്ലെങ്കിൽ ഒരു പ്രൈസ് ഹൈക്ക് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഡിലേ, ഇതെല്ലാം നേരത്തെ കണക്കൂട്ടി എടുക്കാനായിട്ട് AI പ്രോഗ്രാമിന് സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് AI പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതെല്ലാം ഒരുപാട് പ്രോസസ്സുകളുണ്ട്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഉൾക്കാഴ്ചകൾ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എയുടെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ് കൺസ്ട്രക്ഷനിലേക്ക് വരാൻ പോകുന്നത് ഇനിയും നമുക്ക് വരുന്ന വീഡിയോയിൽ ഞാൻ കൂടുതൽ പറയുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.